തവക്കുൽ എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. തവക്കുൽ എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. ഈ കാര്യം നമ്മൾ പ്രായോഗിക ജീവിതത്തിൽ ഇന്നേ വരെ കൊണ്ടുവരാത്ത വിഷയമാണ്. മാനസിക വൈകല്യങ്ങൾ നമ്മളിൽ കൂടാനുള്ള കാരണം, മാനസിക രോഗങ്ങൾ നമ്മളിൽ വർദ്ധിക്കാനുള്ള കാരണം, ഇത് സൈക്കോളജിസ്റ്റുകൾക്ക് പരിഹരിക്കാൻ പറ്റുന്ന വിഷയമല്ല. മാനസിക രോഗം എന്ന് പറയുന്നത് സൈക്കോളജിസ്റ്റുകൾക്ക് പരിഹരിക്കാൻ പറ്റില്ല. തവക്കുൽ ചെയ്യുന്ന, അല്ലാഹുവിനെ ഭരമേൽപ്പിക്കുന്ന, ഇന്നി അതവക്കലു, നിശ്ചയം ഞാൻ നിന്നെ ഭരമേൽപ്പിച്ചു, ഇങ്ങനെ പറയാറുണ്ടോ? ഇല്ല. ഇങ്ങനെ പറയാൻ അറിയുമോ? ഇല്ല. ഇന്നി അതവക്കലു ഇലൈക ബിസ്മിക്കൽ അലീം, ഇങ്ങനെ പറയാറുണ്ടോ? ഇല്ല. അറിയുമോ? അറിയില്ല. പിന്നെന്താ അറിയൽ? ബേജാറാവാൻ അറിയാം. വെറുതെ ബേജാറാവുക. അല്ലാഹുവേ, എൻ്റെ കാര്യം ഞാൻ നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറയാൻ നമ്മൾ എപ്പോഴാ പഠിക്കുക? എന്ന് പറയാൻ എപ്പോഴാണ് പഠിക്കുക? എത്ര ഇൽമിന്റെ മജ്‌ലിസിലിരുന്നു, എത്ര ആത്മീയ സദസ്സിലിരുന്നു, എത്ര മഹത്തുക്കളെ കണ്ടു. ആയിരക്കണക്കിന് ആളുകൾ അവലാതി പറയാൻ ചുറ്റും കൂടുമ്പോഴും സുസ്മേരവദനരായി സന്തോഷത്തോടെ ആളുകളുടെ പരാതി കേൾക്കുന്ന മഹത്തുക്കളെ നമ്മൾ കണ്ടിട്ടുണ്ടോ? അവരുടെ ധൈര്യം എന്താണ്? ഇന്നി അതവക്കലു ഇലൈക, അല്ലാഹുവേ, നിശ്ചയം എൻ്റെ കാര്യം ഞാൻ നിന്നിലേക്ക് ഭരമേൽപ്പിച്ചിരിക്കുന്നു. ഇത് പറയാൻ പഠിക്കണം. ഈ ബേജാറുകാർ ഇത് പറയാത്തവരാണ്. എപ്പോഴും പ്രയാസം പറയുന്നവർ ഇത് പറയാത്തവരാണ്. അപ്പൊ നിങ്ങളുടെ പ്രഷർ കൂടുന്നത്, പ്രഷറിന്റെ കംപ്ലൈന്റ് പരിഹരിക്കപ്പെടാതെ പോകുന്നത്, മാനസിക അസ്വസ്ഥത കൂടുന്നത്, ഉറക്കം ശരിയായ രൂപത്തിൽ നടക്കാത്തത്, ഇന്നി അതവക്കലു ഇലൈക, അല്ലാഹുവേ, നിശ്ചയം ഞാൻ നിന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്നു. വമൻ യതവക്കലിൽ മുതവക്കലൂൻ, ഖുർആൻ. ആരെങ്കിലും ഒരാൾ അല്ലാഹുവിനെ, അവന്റെ കാര്യത്തെ ഭരമേൽപ്പിച്ചാൽ അല്ലാഹു അവന്റെ കാര്യം ഏറ്റെടുത്തിരിക്കുന്നു. അവൻ ഭാരമേറ്റെടുക്കപ്പെട്ടവനാണ്. ഒരു കാര്യം കൂടി പറയട്ടെ ലളിതമായിട്ട്. നമ്മളിൽ പലരും വിചാരിക്കുന്നത്, എല്ലാവരും ഒന്ന് ഇവിടെ ശ്രദ്ധിക്കും. നമ്മളിൽ പലരും വിചാരിക്കുന്നത് അവനവന്റെ കാര്യം അവനവൻ തന്നെയാണ് നടത്തുന്നത്. ഞാനാണ് എൻ്റെ കാര്യം നടത്തുന്നത്. മനസ്സിലായിട്ടില്ല? ഞാനാണ് എൻ്റെ കാര്യം നടത്തുന്നത്. മനസ്സിലായിട്ടില്ല നിങ്ങൾക്ക്? എൻ്റെ എല്ലാ കാര്യവും ഞാൻ തന്നെയാണ് നടത്തുന്നത്. എൻ്റെ കഴിവ് കൊണ്ടാണ് എൻ്റെ എല്ലാ കാര്യവും നടന്നു പോകുന്നത്. ഇത് അപകടമാണ്. ഞാനല്ല എൻ്റെ കാര്യം നടത്തുന്നത്. അതുകൊണ്ടല്ലേ മഹത്തുക്കൾ പഠിപ്പിച്ചത് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ഒരു ദിവസം 99 തവണ ചൊല്ലുന്നവർക്ക് ശാരീരിക മാനസിക അസുഖങ്ങൾ പിടികൂടില്ലെന്ന് പഠിപ്പിച്ചത് എന്തുകൊണ്ടാ? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. എത്ര എളുപ്പമുള്ള ദിക്റാണ്. മനസ്സിനെ ശാന്തമാക്കുന്ന ദിക്ർ, ഹൃദയത്തിന്റെ പ്രവർത്തനത്തെ, റിതം ഓഫ് ഹാർട്ട്, ഹൃദയത്തിന്റെ താളം, റിതം ഓഫ് ഹാർട്ട്, ഹൃദയത്തിന്റെ താളത്തെ കൃത്യമാക്കുന്ന ദുആ ലാ ഹൗല വലാ ഖുവത. ഇതറിയാമായിരുന്നില്ലേ? അറിയാമായിരുന്നു. എന്നിട്ട് എന്തേ? ഇല്ല, ഞങ്ങൾ പിന്നെ കോഴിക്കോട്ടേക്ക് പോയി, അവിടുത്തെ മംഗലാപുരത്ത് പോയി, പിന്നെ മദ്രാസിൽ ആരോട്ട് എന്നിട്ട് അവിടെയും പോയി. ശരിയായോ? ഒന്നും ശരിയായിട്ടില്ല. വല്ലതും ശരിയാവോ? ഒന്നും ശരിയാവാനും പോകുന്നില്ല. കാരണം അനുഭവത്തിൽ ഇന്നേ വരെ ഒന്നും ശരിയായതായിട്ട് അനുഭവത്തിലില്ല. രോഗം ഒന്നല്ലേ തുടങ്ങിയത്? എൻ്റെ മുഅ്മിനീങ്ങളെ, എൻ്റെ അടുത്ത ചോദ്യം വന്നിരിക്കുന്നു. നിങ്ങൾക്ക് രോഗം ഒന്നല്ലേ തുടങ്ങിയത്? ഇപ്പൊ എത്ര രോഗമുണ്ട്? തുടക്കത്തിൽ ഒറ്റ രോഗമായിരുന്നു. നിങ്ങൾ വിചാരിച്ചത് ഇത് ഡോക്ടർ ശരിയാക്കി തരുമെന്താണ്? അല്ല എന്ന് പറയും. നിങ്ങളിൽ പലർക്കും തുടക്കത്തിൽ ഒരു രോഗമായിരുന്നു. നിങ്ങളുടെ വിശ്വാസം ഡോക്ടർ ശരിപ്പെടുത്തുമെന്നായിരുന്നു. എന്നിട്ടോ 5 കൊല്ലത്തോളം അയാളുടെ പിറകെ കൂടി ഇപ്പൊ എത്ര സൂക്കേട്? അത്രയൊന്നുമില്ല, ഒരു 9ഓളം സൂക്കേടായി ഉണ്ട്. നിങ്ങൾ എണ്ണിക്കോളൂ. രോഗം തുടങ്ങിയ കാലഘട്ടം ഓർമ്മിച്ചു കൊള്ളുക.
ഷുഗറായിരുന്നു തുടക്കം. എന്തോ ഒരു വിഷയം വന്നിട്ട് ഭയങ്കര മൂത്രമൊഴിച്ചുകൊണ്ടിരിക്കുക, തൊണ്ട ഇങ്ങനെ വറ്റി വരളുക, വല്ലാത്തൊരു വെപ്രാളം. അവസാനം ഡോക്ടറെ കാണിച്ചപ്പോൾ ഷുഗർ നോക്കിക്കാളി എന്ന് പറഞ്ഞു. നോക്കുമ്പോഴത്തേക്ക് 450 കഴിഞ്ഞിന്. 450 കഴിഞ്ഞു. നല്ല ഡോക്ടറാണെങ്കിൽ എന്ത് പറയും? ഒന്ന് ഭക്ഷണം കൺട്രോൾ ചെയ്യും, മരുന്നിപ്പം തുടങ്ങണ്ട, ഒരു 10 ദിവസം ഭക്ഷണം കറക്റ്റ് കൺട്രോൾ ചെയ്യാൻ പറയും. നല്ലൊരു മനുഷ്യപ്പറ്റുള്ള ഡോക്ടറാണെങ്കിൽ. കുറച്ച് കച്ചവട താല്പര്യമുള്ള ആളാണെങ്കിലോ ഇനി ഒരല്പം പോലും വിധിച്ചൂടാ, പെട്ടെന്ന് ഇൻസുലിൻ വെക്കണം. ചില സമയത്ത് അത് പറയേണ്ടി വരും, ചില നിർണായക ഘട്ടത്തിൽ അത് പറയേണ്ടി വരും. അവിടുന്ന് മരുന്ന് തുടങ്ങിയതാണ്. ഒരു 5-6 കൊല്ലം കഴിഞ്ഞപ്പോൾ കിതപ്പ് വരാൻ തുടങ്ങി, കൈകാലുകളിൽ തെരിപ്പ് വരാൻ തുടങ്ങി. ഗുളികയിൽ തുടങ്ങിയത് ഇൻസുലിനിലേക്ക് എത്തി. ഇൻസുലിൻ 5, 10 12 തുടങ്ങിയത് 30 അടിക്കാൻ തുടങ്ങി. രാവിലെ 30, ഉച്ചക്ക് 35, രാത്രി 25. മാറ്റമൊന്നുമില്ല. ഓരോ തവണ കുത്തിക്കയറുന്നതിനനുസരിച്ചും ഈ ശരീരത്തിൽ മരവിപ്പ് വരാൻ തുടങ്ങി, കല്ലിപ്പ് വരാൻ തുടങ്ങി, രക്തോട്ടം കുറയാൻ തുടങ്ങി, ഹാർട്ടിന്റെ പിടിപ്പ് കുറയാൻ തുടങ്ങി, കിഡ്നിയുടെ പ്രവർത്തനം താറുമാറാവാൻ തുടങ്ങി. അപ്പൊ നെഫ്രോളജിയെ കാണിക്കാൻ പറഞ്ഞു. ഇതൊക്കെ നിങ്ങൾക്കറിയുന്ന കാര്യമാണ് ഞാൻ ഈ പറയുന്നത്, നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ് പറയുന്നത്. പലരും എത്ര മരുന്നാ കുടിക്കുന്നത്? 18-20ഓളം മരുന്ന് കുടിക്കുന്ന ആളുകൾ, 18 മുതൽ 20 വരെ മരുന്ന്. അള്ളാഹുവേ, ഇത്തരം ദുരവസ്ഥകളെ തൊട്ട് ഞങ്ങൾ എല്ലാവരും കാത്തുരക്ഷിക്കണേ അല്ലാ. തൊട്ടതിനും എടുത്തതിനും വെച്ചതിനൊക്കെ മരുന്ന് കുടിക്കേണ്ടി വരുന്ന അവസ്ഥകളെ തൊട്ട് ഞങ്ങളത് കാക്കണേ അല്ലാ. ഞങ്ങൾ അറിവില്ലായ്മ കൊണ്ടും ശ്രദ്ധയില്ലായ്മ കൊണ്ടും ഞങ്ങൾ രോഗികളായി, ഞങ്ങൾ വല്ലാത്ത പ്രയാസത്തിലാണ്. നീ ശിഫ നൽകണേ അല്ലാ, ശിഫ നൽകണേ അല്ലാ. ബിനൂരി മുഹമ്മദിൻ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താ വിഷയം? നമുക്ക് മനസ്സിന് സ്വസ്ഥതയില്ലാത്തതാണ് രോഗങ്ങൾ പലതും ശിഫയാവാത്തത്. മനസ്സിന് സ്വസ്ഥതയില്ലാതാവാൻ കാരണം എൻ്റെ എല്ലാ കാര്യവും ഞാൻ തന്നെയാണ് ചെയ്യുന്നത് എന്ന തോന്നലാണ്. എൻ്റെ എല്ലാ കാര്യവും ഞാൻ തന്നെയാണ് ചെയ്യുന്നത്, എൻ്റെ റബ്ബ് ഞാനാണെന്ന തോന്നല് പാടില്ല. എൻ്റെ റബ്ബ് ഞാനാണെന്ന തോന്നൽ നമ്മളിൽ പലരിലും വന്നിട്ടുണ്ട്. ഇലാഹ് നീ തന്നെയാണ്, ഖാലിഖ് നീ തന്നെയാണ്. ഈ പ്രയോഗം ശ്രദ്ധിക്കണേ, ഇതൊക്കെ നന്നായി പഠിച്ച ഉപകാരപ്പെടുന്ന ഇൽമാണ്. ഇലാഹ് നീ തന്നെയാണ്, ഖാലിഖ് നീ തന്നെയാണ്, പക്ഷെ റബ്ബ് ഞാനാണ്. അതിന്റെ അർത്ഥം മനസ്സിലായിട്ടില്ല. നിങ്ങൾക്ക് ഇതിന്റെ അർത്ഥം മനസ്സിലായിട്ടില്ല. ഇലാഹ് നീ തന്നെയാണ്, അതുകൊണ്ട് നിസ്കാരവും നോമ്പ് ഹജ്ജൊക്കെ നിനക്ക് തന്നെ. ഖാലിഖോ, എന്നെ പഠിച്ചതോ നീ തന്നെ, അതുകൊണ്ട് പഠിച്ചോനെ എന്നൊക്കെ വിളിക്കും. പക്ഷെ റബ്ബ്, റബ്ബ് എന്താ ഇതിന്റെ അർത്ഥം? പരിപാലനം, ശരീരത്തിന്റെ പരിപാലനം. റബ്ബെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? പരിപാലനം, പരിപാലിക്കുന്നവൻ, കേടുപാട് തീർക്കുന്നവൻ. അർത്ഥം അങ്ങനെയല്ലേ? ന്യൂനത ഇല്ലാണ്ടാക്കുന്നവൻ. എന്താ റബ്ബിന്റെ അർത്ഥം? ന്യൂനത ഇല്ലാണ്ടാക്കുന്നവൻ. എന്തിന്റെ ന്യൂനത? പറയ്, എന്തിന്റെ ന്യൂനത? വല്ല ഷൈഇനും, വല്ല വസ്തുവിനും ന്യൂനത വന്നു പോയാൽ, കുറവ് വന്നു പോയാൽ, ഒരു രോഗി പഠിക്കേണ്ട വിഷയമാണിത്. വല്ല വസ്തുവിനും ഒരു ന്യൂനത വന്നു പോയാൽ എന്ന് വെച്ചാൽ കണ്ണിന്റെ കാഴ്ച കമ്മിയായാൽ, ചെവിയുടെ കേൾവി കുറഞ്ഞാൽ, ഹൃദയത്തിന്റെ പ്രവർത്തനം കുറഞ്ഞാൽ, കരളിന്റെ പ്രവർത്തനം കുറഞ്ഞാൽ, കിഡ്നിയുടെ പ്രവർത്തനം കുറഞ്ഞാൽ ന്യൂനതയാണ്. അപ്പൊ ന്യൂനത ആരാ പരിഹരിക്കേണ്ടത്? ഒരു വസ്തുവിന്റെ ന്യൂനതയെ ഘട്ടം ഘട്ടമായി പരിഹരിച്ചുകൊണ്ട് അതിന്റെ പരിപൂർണതയിലേക്ക് എത്തിക്കുന്നവൻ എന്നാണ് റബ്ബിന്റെ അർത്ഥം. റബ്ബ് എന്നതിന്റെ, അപ്പൊ ഒരു രോഗി അള്ളാൻ എന്താ വിളിക്കേണ്ടത്? യാ അല്ലാന്ന് വിളിക്കണോ, യാ റബ്ബി എന്ന് വിളിക്കണോ? യാ റബ്ബന, യാ റബ്ബി എന്ന് വിളിക്കണം. ഒരു രോഗി അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ വിളിക്കേണ്ടത് റബ്ബന. ആ രൂപത്തിലാണ് അന്ത റബ്ബി, അന്ത റബ്ബി എന്ന രൂപത്തിലാണ് അള്ളാഹനെ വിളിക്കേണ്ടത്. നീയാണ് എൻ്റെ പരിപാലകൻ, നീയാണ് എൻ്റെ പരിപാലകൻ എന്ന് വെച്ചതിന്റെ അർത്ഥം എൻ്റെ ശരീരത്തിൽ ഇപ്പോഴുള്ള ന്യൂനതകളെ പരിഹരിക്കുകയും അതിനെ പൂർണ്ണസ്തുതിയിലേക്ക് മടക്കിക്കൊണ്ടുവരികയും ചെയ്യുന്നവൻ നീയാണ്. അന്ത റബ്ബി വഅന അബ്ദുക,
അൻത റബ്ബി വ അന അബ്ദുക. ഈ ബോധം ഒരു മനുഷ്യനിൽ വന്നാൽ അയാളുടെ രോഗം ശിഫയാവാൻ എളുപ്പമാണ്. രോഗം ശിഫയാവാൻ എളുപ്പമാകുന്ന ഒരു വഴിയാണ് പറഞ്ഞത്. അൻത റബ്ബി വ അന അബ്ദുക, ഞാൻ നിന്റെ അടിമയാണ്, നീ എൻ്റെ രക്ഷിതാവാൻ.